ഹലോ, ഞാൻ പ്രീത ചേച്ചി. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ. ഹോം ബേക്കേഴ്സിനൊക്കെ ഒരു ഉപകാരപ്രദമാകുന്ന കേക്കിൻ്റെ ടോപ്പേഴ്സ് എങ്ങനെയാണ് കുറഞ്ഞ ചിലവിൽ നമ്മൾ പ്രിൻ്റ് എടുത്ത് കേക്കിന് മുകളിൽ വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാനാണ് കേട്ടോ. നമുക്ക് തന്നെ പ്രിൻ്റ് എടുക്കുന്നതിനുള്ള സംഭവം സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എത്ര രൂപ കൊടുത്തിട്ടാണ് ഈ ടോപ്പേഴ്സ് എല്ലാം ഇങ്ങനെ വാങ്ങിച്ചു വെക്കുന്നത്. ഞാനിങ്ങനെ കുറേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മോൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, നമ്മൾ പിൻട്രസ്റ്റ് ചെല്ലുക, പിൻട്രസ്റ്റിൽ നിന്ന് നമ്മൾ ക്യാൻവേ വഴി നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന ഷോപ്പിലേക്ക് നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് നമുക്ക് പ്രിൻ്റ് എടുത്ത് തരും. നമുക്കിപ്പോൾ കേക്കിൻ്റെ ഷോപ്പിലൊന്നും പോകേണ്ട, തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഇത് പിൻട്രസ്റ്റ് എടുക്കുന്നു. പിൻട്രസ്റ്റിൽ നിന്നാണ് നമ്മളിത് ഡൗൺലോഡ് ചെയ്യുന്നു. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ക്യാൻവേ കൊണ്ടുപോയി ഡൗൺലോഡ് ചെയ്ത് നമ്മൾ അവിടെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു ഇത് കിടപ്പുണ്ട്. ആ പ്രോജക്റ്റ് ഞെക്കി കഴിയുമ്പോൾ നമ്മൾ ഇവിടെ ഗ്യാലറിയിൽ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് പറയാം, ഞാൻ ലോങ് വീഡിയോ പിന്നെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിനകത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ ചിലവിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആവശ്യമുള്ള ടോപ്പേഴ്സ്, അത് പിൻട്രസ്റ്റിൽ ചെന്നാൽ നമുക്ക് ഇഷ്ടമാതിരി നമുക്ക് ഏതാണോ വേണ്ടത് അതെല്ലാം ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ പ്രോജക്റ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമ്മൾ ആ പ്രോജക്റ്റിലേക്ക് നമ്മൾ വീണ്ടും എന്ന് പറഞ്ഞാൽ ഒരു A4 പേപ്പറിൻ്റെ സൈസിൽ നമ്മളത് സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാനത് അതിൻ്റെ ലിങ്ക് തരാം, എത്രയാണ് ആ സൈസ് എന്ന് പറഞ്ഞാൽ അതിനകത്തോട്ട് പിന്നെ കൊണ്ടുപോയിട്ട് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് അത് അവിടെ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എത്രയാണോ ഇഞ്ച്, ഇപ്പം വലുതാണെങ്കിൽ വലുപ്പമാകണമെങ്കിൽ നമ്മൾ അതിനെ പിടിച്ചിട്ടുണ്ടോ ഇങ്ങനെ വലിച്ചു കഴിയുമ്പോൾ അതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ വലുപ്പം ഇഞ്ച് വരും. ഒരു 6 ഇഞ്ചൊക്കെ വരുന്നതാണ് ഒത്തിരി വലുപ്പമാണ്. നമുക്ക് 3 ഇഞ്ച് മതിയെങ്കിൽ നമ്മൾ 3 ഇഞ്ചിലാക്കുക. അപ്പോൾ പല വലുപ്പത്തിൽ ഇപ്പോൾ ഷോപ്പിലോ ഈ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നവരോട് ചെന്ന് 5 ഇഞ്ച് 2 ഇഞ്ച് 3 ഇഞ്ച് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമ്മൾ തന്നെ ഇത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്നിട്ട് ഇത് നേരെ ആ ക്യാൻവേയിൽ നിന്ന് നമ്മൾ ഇതുണ്ടാകും. എത്ര വേണേലും ചെറുതാക്കി എടുക്കാം, എത്ര വേണേലും വലുതാക്കി എടുക്കാം. ആ ഒരു A4 പേപ്പറിൻ്റെ സൈസ് മാത്രമായിരിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ എൻ്റെ എളുപ്പപ്പണിക്ക് വേണ്ടി ഞാൻ തന്നെ ഇങ്ങനെ ചെയ്യും. അപ്പോൾ എൻ്റെ അടുത്തുള്ള ജനസേവന കേന്ദ്രത്തിൽ ഞാനിതങ്ങ് അയച്ചു കൊടുക്കും വാട്സപ്പിൽ. ഇങ്ങനെ ഡൗൺലോഡ് ആക്കിയിട്ട് നേരെ നമ്മൾ വാട്സപ്പിൽ ഡോക്യുമെൻ്റ് ആയിട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് പിക്ചർ കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹോം ബേക്കേഴ്സിന് ഉപകാരപ്രദമായ കുറേ ടിപ്പുകൾ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഓരോന്നായിട്ടായി വിടാം കേട്ടോ. എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പണ്ട് ഇങ്ങനെ ഓരോന്ന് എടുക്കണമെങ്കിൽ. ഞങ്ങൾക്ക് ഷോപ്പ് എന്ന് പറഞ്ഞാൽ തുഴ പോകണം, അവിടെ ചെന്ന് പ്രിൻ്റ് എടുത്തുകൊണ്ട് വരുക എന്ന് ഭയങ്കര ചിലവായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ എന്നിട്ട് വാട്സപ്പിൽ നമ്മൾ ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടത് ആ അയച്ചു കൊടുക്കുന്നവരുടെ വാട്സപ്പ് എടുക്കുക. എന്നിട്ട് അവിടെ പോയി നേരെ ഡോക്യുമെൻ്റ് അയക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് ചെല്ലുക, എന്നിട്ട് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എടുക്കുക. ഡോക്യുമെൻ്റ് ഞെക്കി കഴിയുമ്പോൾ നേരെ നമ്മുടെ ഫയൽ ഗ്യാലറി കിടക്കും. ആ ഗ്യാലറിയിൽ നിന്ന് നേരെ ഇവിടെ വന്ന് ലിങ്ക് അയച്ചു കഴിയുമ്പോൾ ഏതാണോ ഫോട്ടോ അടിച്ച് ചെയ്താൽ കറക്റ്റ് നമുക്ക് അവിടെ എത്തും. പിന്നെ ഈ പേപ്പർ എന്ന് പറയുന്ന A4 പേപ്പറിൻ്റെ സൈസ് വേണം. അത് നമുക്ക് വലുത് വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കും. ഡിജിറ്റൽ